ഓം ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ കടക്കാം. ശ്രീ ഭഗവാൻ തുടർന്നു. അന്യദേഹം ഈ ദേഹത്തെ ദണ്ഡിച്ചാൽ രണ്ടു ദേഹത്തിലും വർദ്ധിക്കുന്ന ഏകനായ ആത്മാവിനെന്ത് ഛേദം? തൻ്റെ പല്ല് തൻ്റെ നാവിനെ കടിച്ചു പോയാൽ ആരോടാണ് കോപിക്കുക? ഇനി ഇന്ദ്രിയങ്ങളിൽ വസിക്കുന്ന ഇന്ദ്രാദി ദേവതകളാണ് സുഖ ദുഃഖ ഹേതുക്കളെങ്കിൽ ആത്മാവിനെന്ത് ബന്ധം? കയ്യിൽ വസിക്കുന്ന ഇന്ദ്രൻ കണ്ണിൽ വസിക്കുന്ന സൂര്യനെ ദ്രോഹിച്ചാൽ അത് അവർക്കു തന്നെ ദോഷമെന്നല്ലാതെ അസംഖനായ ആത്മാവിന് എന്ത് ദോഷമാണുള്ളത്? ഇനി ആത്മാവാണ് സുഖദുഃഖ ഹേതുവെങ്കിൽ അത് ആത്മാവിൻ്റെ സ്വഭാവമാണല്ലോ. ആ സ്വഭാവനാശത്തിൽ ആത്മാവ് തന്നെ നശിക്കുമല്ലോ. അതിനും അന്യരുടെ നേരെ ക്രോധിക്കാൻ അവകാശമില്ല. ഇനി നവഗ്രഹങ്ങളാണ് ദുഃഖകാരണമെങ്കിൽ അതുകൊണ്ട് ആത്മാവിന് എന്ത് ഹാനി? ഗ്രഹനിലയനുസരിച്ച് ജനിച്ച ദേഹം ജഡമാണ്. അതിന് സുഖദുഃഖ ജ്ഞാനമില്ല. ഗ്രഹങ്ങളെ കൊണ്ട് ഗ്രഹങ്ങൾക്കു തന്നെയാണ് പീഡ. ആത്മാവിനൊരു ദോഷവും ഇല്ല. അതിന് ആരോടും കോപിക്കേണ്ടതില്ല. ഇനി കർമ്മമാണ് സുഖദുഃഖ ഹേതുവെങ്കിൽ ആയിക്കൊള്ളട്ടെ. ഒരു വസ്തു ജഡവും അജഡവുമായിരുന്നാൽ മാത്രമേ കർമ്മത്തിന് അവകാശമുള്ളൂ. ശുദ്ധജലമായ ദേഹമോ ശുദ്ധ ചൈതന്യമായ ആത്മാവോ കർമ്മം ചെയ്യുന്നില്ല. അതിനാൽ കർമ്മം മൂലമുണ്ടാകുന്ന ദുഃഖത്തിനും ആരോടാണ് കോപിക്കുക? കാലമാണ് സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതെന്നാണെങ്കിൽ കാലം ബ്രഹ്മസ്വരൂപമാണ്. അതിനാൽ ആത്മാവും കാലാംശം തന്നെ. അഗ്നിയുടെ താപം അഗ്നിയുടെ അംശമായ തീപ്പൊരിയെ ദഹിപ്പിക്കുമോ? അതിനാൽ കാലത്തിൻ്റെ ധർമ്മങ്ങൾ ആത്മാവിന് ബാധകമല്ല. ഇതുപോലെ ആലോചിച്ചു നോക്കിയാൽ ആത്മാവായ തനിക്ക് അന്യരാരും ദുഃഖഹേതുക്കളല്ലെന്ന് കാണാം. ദേഹാദികളിൽ ഞാനെന്നുള്ള അഭിമാനമുണ്ടാകുമ്പോൾ ഭേദഭാവനയും തന്മൂലം രാഗദ്വേഷാദികളും തന്മൂലം കർമ്മങ്ങളും തന്മൂലം ജന്മങ്ങളും തന്മൂലം സുഖദുഃഖങ്ങളും ഉണ്ടാകുന്നു. ഞാൻ ദേഹമല്ലല്ലോ, ഞാൻ മനസ്സിൻ്റെയും നിയന്താവും ശുദ്ധ ചൈതന്യവുമായ ആത്മാവാണ്. അസംഖനായ എനിക്ക് ഏതവസ്ഥയിലും സുഖദുഃഖാദികൾ ഇല്ല. അതിനാൽ ആരോടും കോപിക്കാൻ അവകാശമില്ല. ഇപ്രകാരം അനുസന്ധാനം ചെയ്ത് ഉറപ്പുവരുത്തിക്കൊണ്ട് മുകുന്ദൻ്റെ ശ്രീ പാദസേവ കൊണ്ടും ഞാനും ദുഃഖ സംസാരത്തെ നിശ്ചയമായും കടക്കും. ഉദ്ധവ, ധനമെല്ലാം നശിച്ചുവെങ്കിലും ആത്മലോപമാകുന്ന മഹാധനം ലഭിച്ച ഭിക്ഷു വൈരാഗ്യ രസികനായി തീർന്നു. ദുർജനങ്ങളുടെ പീഡകളെല്ലാം സഹിച്ച് ഭഗവാൻ ശ്രീ ചരണസ്മരണയ്ക്ക് വിഘാതം വരുത്താതെയും ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. മനുഷ്യനും സുഖവും ദുഃഖവും കൊടുക്കാൻ അന്യർ ആരുമില്ല. എല്ലാം മനസ്സിൻ്റെ ബ്രഹ്മമാണ്. മനസ്സാണ് ബന്ധു, ശത്രു ഇത്യാദി ഭേദഭാവനകളെ ഉണ്ടാക്കുന്നത്. അതിനാൽ എൻ്റെ പ്രിയ ഭക്തനായ നീ ബുദ്ധിവൃത്തിയെ എന്നിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിനെ വഴി പോലെ അടക്കുക. എല്ലാ യോഗങ്ങളുടെയും സാരം മനോനിഗ്രഹം തന്നെ. അത് സാധിച്ചവനാണ് പരമയോഗി. മനോനിഗ്രഹത്തിന് ശക്തിയില്ലാത്തവൻ സർവയോഗ സാരമായ ഈ ഭിക്ഷുഗീതയെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്ത് മനസ്സിനെ ബ്രഹ്മമാത്രമായ എന്നിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതായാൽ അവനെ സുഖദുഃഖാദി ദ്വന്ദ്ങ്ങൾ ഒരിക്കലും പരിഭവിപ്പിക്കുകയില്ല. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, എൻ്റെ ഒരു പൂർവ അവതാരമായ ശ്രീ കപില വാസുദേവൻ പ്രകാശിപ്പിച്ച സാംഖ്യശാസ്ത്രം നിനക്ക് പറഞ്ഞു തരാം. അതറിഞ്ഞാൽ ദ്വൈതഭ്രമം നശിക്കും. സൃഷ്ടിക്ക് മുമ്പ് ഇന്ന് കാണുന്ന ചരാചരാത്മകമായ ലോകം ഇത് അത് എന്ന ഭേദം കൂടാതെ നാമരൂപങ്ങൾ കൂടാതെ ഏകജ്ഞാനമായി നിലനിന്നിരുന്നു. അത് വാക്കിനും മനസ്സിനും വിഷയമല്ല. സൃഷ്ടിയാരംഭത്തിൽ ആ ജ്ഞാനം ചിത്തെന്നും ജഡമെന്നും രണ്ടു വിധത്തിൽ വ്യവഹാര വിഷയമായി ഭവിച്ചു. ജഡം പ്രകൃതിയും ചൈതന്യം പുരുഷനുമാകുന്നു. ആ പുരുഷൻ ഞാൻ തന്നെ. എന്നാൽ ശോഭിക്കപ്പെട്ട പ്രകൃതിയിൽ നിന്ന് സത്വരജസ് തമോ ഗുണങ്ങളുണ്ടായി. ത്രിഗുണങ്ങളുടെ സമ്മേളനത്താൽ ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ചേർന്ന മഹത്തത്വവും അതിൽ നിന്ന് അഹങ്കാരവും ഉണ്ടായി. അഹങ്കാരം സാത്വികമെന്നും രാജസമെന്നും താമസമെന്നും മൂന്നായി പിരിഞ്ഞു. താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളെന്ന തന്മാത്രകളും ആകാശം വായു അഗ്നി ജലം ഭൂമി എന്ന പഞ്ചഭൂതങ്ങളും രാജസാഹങ്കാരത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും സാത്വികാഹങ്കാരത്തിൽ നിന്ന് 11
ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും ഉണ്ടായി. ഇവയെല്ലാം ചേർന്ന് എൻ്റെ പ്രേരണയാൽ എൻ്റെ ഉത്തമ സ്ഥാനമായ ബ്രഹ്മാണ്ടവും ഉണ്ടായി. ആ അണ്ഡം പ്രളയജലത്തിൽ കിടന്നപ്പോൾ നാരായണനായ ഞാൻ അതിൽ പ്രവേശിച്ചു. എൻ്റെ നാഭിയിൽ നിന്നും വിശ്വമെന്ന പേരായ പത്മവും അതിൽ ബ്രഹ്മാവും ഉണ്ടായി. ലോകസ്വരൂപനായ ബ്രഹ്മാവ് എൻ്റെ അനുഗ്രഹത്താൽ ചരാചരാത്മകമായ 14 ലോകങ്ങളെയും സൃഷ്ടിച്ചു. ഭൂലോകം മനുഷ്യാദികൾക്കും, ഭുവർലോകം ഭൂതപ്രേതാദികൾക്കും, സ്വർലോകം ദേവന്മാർക്കും, മഹർലോകം സിദ്ധന്മാർക്കും, യോഗികൾക്കും, സന്യാസിമാർക്കും, ജനലോകം, തപോലോകം, സത്യലോകം എന്നിവയും വാസസ്ഥാനമായി ഭവിച്ചു. എൻ്റെ അനന്യഭക്തൻ എൻ്റെ ലോകമായ വൈകുണ്ഠമാണ് വാസസ്ഥാനം. അതലം, വിതലം മുതലായ 7 അധോലോകങ്ങൾ അസുരന്മാരുടെയും നാഗന്മാരുടെയും വാസസ്ഥാനമായി. കാലസ്വരൂപനും കർമ്മഫലദാതാവുമായ എൻ്റെ സങ്കല്പത്താൽ കർമാധീനമായ ജീവലോകം പ്രപഞ്ചത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരുന്നു. ചെറുതും വലുതുമായി കാണപ്പെടുന്ന സകല പദാർത്ഥങ്ങളും പ്രകൃതി പുരുഷ സംയുക്തമാണ്. നാമരൂപാത്മകമായ ഈ കാഴ്ച അസത്താണ്, ഉൽപ്പത്തിനാശങ്ങളുള്ളതാണ്. ഒന്നിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്ന വസ്തു മധ്യകാലത്തിലും അതുതന്നെയാണ്. ആഭരണം സ്വർണവും കടവും മണ്ണും ആകുന്നത് പോലെ അധിഷ്ഠാന കാരണമായ ഞാൻ മാത്രമാണ് സത്യം. പിതാവിൽ നിന്ന് പുത്രൻ എന്ന പോലെ സൃഷ്ടി ഇടവിടാതെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കൽപ്പാവസാനത്തിലും ഇവ ഉണ്ടായ ക്രമത്തിന് പ്രതിലോമമായി ഒന്നിലൊന്ന് ലയിച്ച് ഒടുവിൽ സർവകാരണകാരണനായ ഞാൻ മാത്രം അവശേഷിക്കുന്നു. ബഹുപദാർത്ഥങ്ങളുണ്ടെന്നുള്ള തോന്നൽ തെറ്റാണ്. ഇടയ്ക്ക് ഉണ്ടായി കണ്ടു മറയുന്നതെല്ലാം മിഥ്യയാണ്. ഈ അറിവ് ഉറച്ചവനും ഏകാത്മഭാവം മാത്രമല്ലാതെ ജ്ഞാനാത്മഭാവം ഒരിക്കലും ഉണ്ടാകുകയില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.